ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين صدق الله العلي العظيم. ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. ഇന്നലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ മുജാഹിദ് വിഭാഗം ഇബാദത്തിൽ കാട്ടിയ തിരുമറി എന്താണ് എന്നുള്ളത് ഒന്നുകൂടി വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാര് മൗദൂദിയാണല്ലോ അവരുടെ നേതാവ്. അവര് ഫാത്തിഹയിൽ നടത്തിയ തിരുമറി നാം ഇന്നലെ മനസ്സിലാക്കി. എന്തായിരുന്നു അത്? ആരാധന എന്നുള്ളതിനെ ഏതിൽ മാത്രം ചുരുക്കി? അപ്പം ജമാഅത്തെ ഇസ്ലാമി ഇബാദത്തിൽ കടത്തിക്കൂട്ടിയ തിരുമറികൾ നാം ഇന്നലെ വിശദീകരിച്ചു. ഇബാദത്ത് എന്നുള്ളതിനെ ഏതിൽ മാത്രം ചുരുക്കി? പൂജ എന്നുള്ളതിൽ ചുരുക്കി. പൂജാകർമ്മങ്ങളൊക്കെ ഇബാദത്ത്. എന്നിട്ട് അതിലേക്ക് എന്തുകൂടി കടത്തുകയും ചെയ്ത് ഇബാദത്തിലേക്ക് അടിമത്തവും അനുസരണവും, അടിമവേലയും അനുസരണവും ആരാധനയും നിനക്ക് മാത്രമാണ് എന്ന് അർത്ഥം വെക്കുകയും ചെയ്തു. നാം പറഞ്ഞു, അങ്ങനെ മുൻഗാമികളാരും ഫാത്തിഹ സൂറത്തിന് ഇബാദത്തിന് ഇങ്ങനെ ഒരു മൂന്നർത്ഥം പറയുകയും അതെല്ലാം ഇതിൽ ഉദ്ദേശമാണെന്ന് വിവരിക്കുകയും ചെയ്തിട്ടില്ല. ഒരു മുഫസ്സിറും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ മൂന്നർത്ഥങ്ങളും അതിനുണ്ട് എന്നും അത് മൂന്നും ഇവിടെ ഉദ്ദേശമുണ്ട് എന്നും ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടില്ല. സ്വഹാബത്ത് വിശദീകരിച്ചു തന്നിട്ടില്ല. അവർക്ക് ശേഷം വന്നതായ മഹാന്മാരായ ഉലമാ ആരും അങ്ങനെ വിശദീകരിച്ചതായിട്ടില്ല. ഒരു രാഷ്ട്രീയ ഇസ്ലാം ഉണ്ടാക്കുവാൻ വേണ്ടി രാഷ്ട്രീയ ശിർക്കും രാഷ്ട്രീയ ഇബാദത്തും മൗദൂദി സ്വയമായിട്ട് കടത്തിക്കൂട്ടിയതാണ് എന്നുള്ളതാണ് നാം വിശദീകരിച്ചത്. ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അവരുടെ പുരോഹിതന്മാരെ അനുസരിച്ചതിനു വേണ്ടി അവർ ഹലാലാക്കുന്ന കാര്യം ഹലാലാക്കുവാനും അവർ ഹറാമാക്കുന്ന കാര്യം ഹറാമാക്കുകയും ചെയ്തതിനെ അള്ളാഹുവിന്റെ റസൂൽ എതിർക്കുകയും അതവർക്കുള്ള ഇബാദത്താണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു അബോധികമാനം അല്ലെങ്കിൽ ഒരു ഇബാദത്ത് അല്ലെങ്കിൽ ഒരു ഇലാഹിയത്ത് അവരെ റുഹ്ബാനുകൾക്ക് പാതിരിമാർക്ക് ഇവിടെ സങ്കല്പിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിന്റെ ആത്മീയമായ ശക്തി ഇവർക്കുണ്ട് എന്ന് ധരിച്ചിട്ടാണ് ആ പാതിരിമാർ ഹലാലാക്കുന്നതിന് ക്രിസ്ത്യാനികൾ ഹലാലാക്കുന്നത്. അതുപോലെ പാതിരിമാർ ഹറാമാക്കുന്നതിന് അനുയായികൾ ഹറാമാക്കുന്നത് എന്തുകൊണ്ട്? അവർക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രത്യേകമായിരിക്കുന്ന ഒരു ദിവ്യശക്തി കൈവന്നിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിന്മേലാണ്. ആ വിശ്വാസത്തിന്മേൽ അവരനുസരിക്കുമ്പോൾ അത് ഇബാദത്ത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് ഒരു സഹാബിയോട്, അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിനോട് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത എന്നാൽ ജൂത ക്രിസ്ത്യാനികൾ കിസ്ര കൈസറുകൾക്ക്, പേർഷ്യക്കാർക്ക് അല്ലെങ്കിൽ സീസർ രാജാക്കന്മാർക്ക് വഴിപ്പെട്ടുകൊണ്ടാണ് ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ ജീവിച്ചു പോന്നിരുന്നത്. അവിടുത്തെ സീസർ രാജാവിന് അനുസരിക്കുന്നതും വഴിപ്പെടുന്നതുമെല്ലാം ശിർക്കാണെന്നോ ഇബാദത്താണെന്നോ അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചിട്ടില്ല. നാം മനസ്സിലാക്കണം. കഴുത്തിൽ കുരിശുമായി കടന്നു വന്ന അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിനോട് ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂല് ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹി വൽ മസീഹ് ഇബ്നു മറിയം വമാ ഉമിറു
തുടങ്ങിയ ആയത്ത് ഓതിക്കൊടുത്തു. അതായത് ജൂത ക്രിസ്ത്യാനികൾ അവരുടെ പണ്ഡിതന്മാരെയും അവരുടെ പാതിരിമാരെയും അള്ളാഹുവിനെ കൂടാതെ റബ്ബാക്കി കളഞ്ഞു, ഈസാ നബി അലൈഹി സ്വലാമിനെ റബ്ബാക്കി കളഞ്ഞു എന്ന് ഓതിക്കൊടുത്തപ്പോൾ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെ റബ്ബാക്കുന്നില്ലല്ലോ എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്താണ്? അവർ ഹറാമാക്കുന്നതിന് നിങ്ങൾ ഹറാമാക്കി, അവർ ഹലാലാക്കുന്നതിന് നിങ്ങൾ ഹലാലാക്കി. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളിൽ ഒരു വിശ്വാസമുണ്ട്, അവരുടെ പുരോഹിതന്മാര് പരിശുദ്ധാത്മാവിനാൽ സഹായം നൽകപ്പെട്ടവരാണ്, ദിവ്യത്വ ശക്തിയുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ പോപ്പിന്റെ അടുക്കൽ പോയിട്ട് അല്ലേ ക്രിസ്തീയ ബിഷപ്പുമാരുടെ ഒക്കെ അടുക്കൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്രിസ്ത്യാനികള് കുംഭസാരം നടത്തുന്നുണ്ട് അല്ലേ? കുംഭസാരം നടത്തുന്നില്ലേ? എന്താണത് കുംഭസാരം നടത്തുന്നത്? പുറത്തു കൊടുക്കാനുള്ള കഴിവ് ഇയാൾക്കുണ്ട് അല്ലേ? താൻ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റെല്ലാം ബിഷപ്പിനോട് അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനോട് പോയി കുംഭസരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പുറത്തു കൊടുക്കുക. അപ്പൊ പുറത്തു കൊടുക്കാനുള്ള ഒരു ആത്മീയമായ കഴിവ് എന്ന് വെച്ചാൽ ഒരു ദിവ്യ ശക്തിയുണ്ട്. ഒരു സംഗതി ഹലാലാക്കുവാനും ഹറാമാക്കുവാനും അവർക്ക് ദിവ്യശക്തി ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ ഹറാമും ഹലാലും ഇവർ സ്വീകരിച്ചിരുന്നു. അത് അവർക്കുള്ള ഇബാദത്വമാണ്. അങ്ങനെ അതുകൊണ്ട് അവിടെ എന്തുണ്ട്? ഇലാഹാണെന്ന് അല്ലെങ്കിൽ ഇലാഹിന്റെ ഒരു കഴിവിനെ അവരിൽ ആരോപിക്കുന്നുണ്ട്. ഇത്തരമൊരവസ്ഥയിൽ അവരെ അനുസരിക്കുന്നത് എന്തിനാണ്? ഇബാദത്താണ്. അതവസരത്തില് അള്ളാഹുവിന്റെ റസൂല് എന്ത് പറഞ്ഞിട്ടില്ല? ക്രിസ്തീയ പുരോഹിതന്മാരെ റബ്ബാക്കുന്നു എന്ന് പറഞ്ഞ ഖുർആനോ അള്ളാഹുവിന്റെ റസൂലോ എന്ത് പറഞ്ഞിട്ടില്ല. അതുകൂടി നാം മനസ്സിലാക്കണം. ക്രിസ്ത്യാനികൾ രാജാവായി അംഗീകരിച്ചു വരുന്ന സീസർമാരെ അനുസരിച്ചതിന്റെ പേരിൽ അവർ മുശ്രിക്ക എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവരുടെ അടിമവേല ചെയ്തു എന്നുള്ളത് കൊണ്ട് അവർ മുശ്രിക്കാണെന്ന് ഖുർആനോ ഹദീസിലോ വന്നിട്ടില്ല. അതാ നമ്മൾ പറയുന്നത്. അത്തരത്തിലുള്ളൊരു അർത്ഥം ഇബാദത്ത് എന്നുള്ളതില് അനുസരണവും അടിമവേലയും എന്നുള്ളത് മൗദൂദിയുടെ കീശയിൽ നിന്നെടുത്ത് കൂട്ടിച്ചേർത്തതാണ്. അത് ഇസ്ലാമിന് അന്യമാണ്. അങ്ങനെ മുഫസ്സിറുകളാരും ഈ മൂന്നർത്ഥം അവിടെ ഉണ്ടെന്ന് വിശദീകരിച്ചിട്ടില്ല. തെളിയിക്കട്ടെ ഇയ്യാക നഅ്ബുദു അങ്ങനത്തെ ഒരു അർത്ഥമുണ്ട് എന്നുള്ളത്. പ്രഥമ സൂറത്താണല്ലോ ഖുർആനിലെ. പിന്നെ രണ്ടാമതായി മൗലവിമാര്, മുജാഹിദ് മൗലവിമാര് കടത്തിക്കൂട്ടിയതാണ് പറഞ്ഞത്. അവരെന്ത് ചെയ്തു? സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടിയും ജമാഅത്തുകാർക്ക് മറുപടി പറയാൻ വേണ്ടിയും സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടിയും കൂടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അവർ ഇബാദത്ത് എന്നുള്ളത് ഒരു സംഗതി ഇബാദത്താകുന്നത് അതിൽ പ്രാർത്ഥന അന്തർധാരയായി വരുമ്പോഴാണ് എന്നവർ വാദിക്കുന്നു. ഇപ്പോഴും പ്രാർത്ഥന അന്തർധാരയായി വരുന്നതേ ഇബാദത്താവുള്ളൂ. അതിനവരൊരു ഹദീസ് ഓതി, അദ്ദുആ ഹുവൽ ഇബാദ. അദ്ദുആ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞാൽ ഇബാദത്തിലും ഇവൻ ഈ ദുആ ഉണ്ട് എന്ന് അർത്ഥം വെക്കേണ്ടത്. അങ്ങനെയാണോ സഹോദരന്മാരെ? എന്തൊരു അർത്ഥം വെക്കലാണിത്? അദ്ദുആ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ അദ്ദുആ മുഖുൽ ഇബാദ എന്ന് പറഞ്ഞാൽ ദുആ ഇബാദത്താണെന്നല്ലേ വരുന്നത്. ഇബാദത്തിൽ മുഴുവൻ ദുആ ഉണ്ടെന്ന് എങ്ങനെയായിട്ട് കിട്ടുക? ഇബാദത്താവണമെങ്കിൽ ദുആ വേണമെന്ന് എങ്ങനെയാണ്? അതിനേക്കാൾ വിചിത്രമായിട്ടല്ലേ ഇത്തരം ഒരു അർത്ഥം കണ്ടുപിടിക്കുക എന്നുള്ളത് വരുന്നത്. ഒരു സംഗതി ഇബാദത്താവണമെങ്കിൽ അതിന് ദുആ വേണം. അതൊരു വിചിത്രമായ കണ്ടുപിടുത്തമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വിശദീകരിച്ചു. ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസിൽ വന്നിട്ടില്ല, സ്വഹാബത്ത് വിശദീകരിച്ചിട്ടില്ല, സ്വഹാബത്തിന്റെ ശിഷ്യന്മാരായ താബികൾ വിശദീകരിച്ചിട്ടില്ല, അവരുടെ ശിഷ്യന്മാരായ താബികൾ വിശദീകരിച്ചിട്ടില്ല, ശേഷം വന്ന അയിമ്മത്തുൽ അർബ വിശദീകരിച്ചിട്ടില്ല. അവർക്ക് ശേഷം വന്ന എത്രയോ ഇസ്ലാമിക ലോകത്ത് ആയിരക്കണക്കിന് ഉലമാവ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. പിന്നെ വിശദീകരിച്ചതോ നേരെ മറിച്ചാണ്. എന്താ? ദുആ എന്ന് പറയുന്നത് നൗഉം മിൻ അൻവാഇൽ ഇബാദ, ഇബാദത്തിന്റെ ഇനങ്ങളിൽ പെട്ടതായിരിക്കുന്ന ഒരു ഇനം. നോക്കൂ സുഹൃത്തുക്കളെ, ഞാൻ ഇതിന്റെ തഫ്സീർ നൈസാബൂരിയാണുള്ളത്.
അതിന് മഹാനവർകൾ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. എന്താണത് നോക്കൂ. വൽ ഹഖ് അന്ന ദുആ നൗഉൻ മിൻ അൻവാഇൽ ഇബാദ. കണ്ടോ, ദുആ എന്നുള്ളത് ഇബാദത്തിന്റെ പല ഇനങ്ങളിൽ നിന്ന് ഒരു ഇനമാകുന്നു. കണ്ടോ, ദുആ എന്നുള്ളത് ഇബാദത്തിന്റെ ഭാഗം എന്നല്ല പറഞ്ഞത്. ഇബാദത്ത് ഒരുപാടുണ്ട്. നിസ്കാരമുണ്ട്, സൗമുണ്ട്, സകാത്ത്, ഹജ്ജ്, സദഖ തുടങ്ങിയതായിരിക്കുന്ന എല്ലാ ഒരുപാട് ഇബാദത്തുകളുണ്ട്. അതൊക്കെ ഇബാദത്തിന്റെ ഇനങ്ങളാണ്. അതിൽപ്പെട്ട ഒരു ഇനമാണ് ദുആ. ഇങ്ങനെയാണ് ഉലമാക്കളൊക്കെ വിശദീകരിച്ചത്. ഇനി തഫ്സീർ റാസി എടുത്ത് നോക്കി. ഇതിപ്പോ അങ്ങനെ തന്നത് എന്താ? തഫ്സീർ നൈസാബൂരിയാണ്. തഫ്സീർ റാസിയിൽ ബഹുമാനപ്പെട്ടവര് ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ, രണ്ടിലധികം സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഓർമ്മ. ഏതാ? വഅലം അന്ന ദുആ നൗഉൻ മിൻ അൻവാഇൽ ഇബാദ. ദുആ എന്നുള്ളത് ഇബാദത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരിനമാണ്. ഇത് സൂറത്തുൽ ആറാഫില് എത്രാമത്തെ പേജില്? ഒന്നാം വാള്യത്തില് സൂറത്തുൽ ആറാഫ് ഒന്നാം വാള്യം സൂറത്തുൽ ആറാഫിന്റെ വിശദീകരണത്തിലാണ് ഈ വിഷയം പറഞ്ഞിരിക്കുന്നത്. 1995 എന്നാണ് ഇവിടെ നമ്പർ കാണിക്കുന്നത്. മറ്റൊന്ന് നോക്കി. അതുപോലെ തന്നെ മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു കാര്യം നോക്കൂ സഹോദരന്മാരെ. അൽ വജ്ഹു സാലിസ്, ദുആനെ സംബന്ധിച്ചുകൊണ്ട് ദുആനെ സംബന്ധിച്ച് വിശദീകരിക്കുക. ദുആ ഏറ്റവും നല്ലതാണ്, ദുആ ചെയ്യണം എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റാസിമ പറയുന്നത് നോക്കൂ. അൽ വജ്ഹു സാലിസു വഹുവ അന്ന ദുആ. ഇത് വേറെ കേട്ടോ, ആദ്യം പറഞ്ഞത് വേറെയാണ്. ആറാഫിന്റെ ഇത് സൂറത്ത് താഹയിലാണ് വിശദീകരണം. ഇപ്പൊ തന്ന വിശദീകരണം. അന്ന ദുആ നൗഉൻ മിൻ അൻവാഇൽ ഇബാദ. ദുആ എന്നുള്ളത് ഇബാദത്തിന്റെ പല ഇനത്തിൽപ്പെട്ട ഒരു ഇനമാണ്. ഫകമ അന്ന സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല അമറ കൽപ്പിച്ചതുപോലെ, ബിസ്സലാത്തി വസ്സൗമി, നിസ്കാരം എന്ന ഇബാദത്ത് കൊണ്ട് കൽപ്പിച്ചതുപോലെ, വസൗമി നോമ്പെന്ന ഇബാദത്ത് കൊണ്ട് കൽപ്പിച്ചതുപോലെ, ഫകദാലിക അമറ ബിദ്ദുആഇ, അതുപോലെ ദുആ എന്ന് പറഞ്ഞ ഇബാദത്ത് കൊണ്ടും കൽപ്പിച്ചിട്ടുണ്ട്. വയദുല്ലു അലൈഹി ഖൗലുഹു തആല, അതിന് ഒരുപാട് തെളിവുകളുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും വദ്ഊഹു ഖൗഫൻ വതമഅൻ വദ്ഊ റബ്ബക്കും തവർറുഅൻ വഖുഫിയ വഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ ഖുൽ ഉദ്ഊല്ലാഹ വദ്ഊർ റഹ്മാൻ വദ്കുർ റബ്ബക ഫീ നഫ്സിക തവർറുഅൻ വഖീഫ തുടങ്ങിയതായിരിക്കുന്ന അനവധി ആയത്തുകൾ ഏതുപോലെ ഉണ്ട്? നിസ്കരിക്കാൻ കൽപ്പിച്ചതിന് ഒരുപാട് തെളിവുള്ളതുപോലെ, അതുപോലെ തന്നെ നോമ്പ് വെക്കാൻ നോമ്പും ഇബാദത്തോട് കൽപ്പിച്ചതുപോലെ, ദുആ എന്ന് പറഞ്ഞ ഇബാദത്തോട് കൽപ്പിച്ചതായ ഒരുപാട് തെളിവുണ്ട്. ദുആ ചെയ്യണം എന്നിട്ട് പറയാൻ പിന്നെ റസൂലിന്റെ ഹദീസും കൂടി വിശദീകരിക്കുക. ഉണ്ടോ? വളരെ വ്യക്തമല്ല ഇതിൽ. ആർക്കെങ്കിലും സംശയമുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഏത് സംഗതി ഇബാദത്താവണമെങ്കിലും അതിന് ദുആ വേണമെന്ന് പറയുന്നത് ഇതിനോട് യോജിക്കുവോ? ഇവിടെ എന്താ? ദുആ എന്ന് വേറെയാണ്. ദുആ വേറെ ഇബാദത്ത്, നിസ്കാരം വേറെ ഇബാദത്ത്, സൗമ് വേറെ ഇബാദത്ത്. ഇതാണ്. പക്ഷെ ദുആ എന്താണ്? ഏറ്റവും ദുആ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ കൂടുതൽ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തവറുവാണല്ലോ, കൂടുതൽ അഖ്സാഖാത്തുൽ ഖുദുവാണല്ലോ. അത് ഏതിലാ കൂടുതൽ പ്രകടമാവുന്നത്? ഒരു ദുആയിലാണ്. മറ്റുള്ളതിനേക്കാൾ ദുആയിൽ കൂടുതൽ പ്രകടമാകുന്നത് കൊണ്ട് അദ്ദുആഹുൽ ഇബാദ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഏറ്റവും മോളമായത്, അഫ്ളലായത്, ദുആന് കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും അഫ്ളലായത് ഏതാണെന്ന് പറഞ്ഞു. അല്ല, ഇബാദത്തിന് കൂട്ടത്തിൽ വെച്ചുകൊണ്ട് അഫ്ളലായത് ദുആണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദുആഹുൽ ഇബാദ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് മറ്റൊരു സ്ഥലത്ത് ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കണ്ടോ? ഇങ്ങനെയാണ് മഹാന്മാരായിരിക്കുന്ന ഉലമാ എന്തിനെ കുറിച്ച് പറഞ്ഞത്? ദുആനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ ഹദീസ് എന്താ? മഹാനായിരിക്കുന്ന മാലിക് ബിൻ അൽ ഹുവൈരിസി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ ശഗലഹു ദിക്രി അൻ മസ്അലതി
അഅതൈതു അഫ്ളല മാ ഉതി സായിലീൻ. കണ്ടോ ആ ഹദീസ് എന്താ പറഞ്ഞത്? മൻ ശഗലഹു ദിക്രി അൻ മസ്അലത്തി, എന്നോട് ഒരാൾ ചോദിക്കുന്നതുകൊണ്ട് എന്റെ ദിക്ർ അവനെ ജോലിയിലാക്കിയാൽ, അതായത് ഓന്റെ ദിക്റിൽ ഇങ്ങനെ മുഴുകിയിരുന്നു, എന്നാലും ഞാൻ എന്ത് ചെയ്യും? എന്നോട് ദുആ ചെയ്യുന്നതിന് കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാലാണ് ദുആ ചെയ്യാത്ത ദിക്ർ കൊണ്ട് മാത്രം ഏർപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുക. അതിൽ വളരെ വ്യക്തമായിട്ട് സഹാബത്തൊക്കെ മനസ്സിലാക്കിയത്. ദിക്ർ വേറെയാണ്, ദുആ വേറെയാണ്. ദിക്ർ എന്നുള്ളത് ഇബാദത്താണല്ലോ, ഇബാദത്താണ്, അതിൽ ദുആ ഉണ്ടെന്ന് അവർ പറയുന്നത്. ഇബാദത്ത് ഉണ്ടോ? അതിലൊക്കെ ദുആ ഉണ്ട്. എങ്കിൽ ഇവിടെ ദിക്ർ മാത്രം, പിന്നെ ജോലി ദിക്റിൽ മാത്രം അവൻ ജോലി ദുആ ചെയ്യാതെ ദിക്ർ മാത്രം ചൊല്ലുക എന്ന് വരാൻ പറ്റുമോ? ദിക്റിലും ദുആ ഉണ്ടെങ്കിൽ, ദിക്റാകുന്ന ഇബാദത്തിലും ദുആ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വരാൻ പറ്റില്ല? ഹദീസിന് ശരിയാവില്ല. കാരണം എന്തുകൊണ്ട്? എന്നോട് ദുആ ചെയ്യാതെ ദിക്റിൽ ആരെ ഏർപ്പെട്ടാണ് ഹദീസ് എന്നുള്ളത്. അപ്പൊ ഇവരെ ഈ കെട്ടുകഥ അനുസരിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെ വരണം? മൻ ശഗലോ ദിക്രി, ആരെങ്കിലും എന്നോട് ദുആ ചെയ്യാനായിട്ട് മൊഴിയിരുന്നാൽ അൻ മസ്അലത്തി, എന്നോട് ദുആ ചെയ്യുന്നതിൽ നിന്ന് എന്നായി. അപ്പൊ എന്നോട് ദുആ ചെയ്തതെന്ന് ഒരാൾ ദുആ ചെയ്തുകൊണ്ട് മൊഴിയിരുന്നാൽ എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ ഒരർത്ഥമായിരിക്കും ഹദീസിനൊക്കെ വേണ്ടി വരിക. ഇങ്ങനെ പല വൈരുദ്ധ്യങ്ങളും ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോട്ടെ, ഒരു സഹാബിയുടെ ചരിത്രം കൂടി പറയാം നമുക്ക് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നോക്കൂ സുഹൃത്തുക്കളെ. എന്താണ് ഹദീസ്? നമ്മുടെ പേസ്റ്റ് ചെയ്ത് തരാം. ഹദീസിന്റെ ആശയം കൂടുതൽ പറയേണ്ട ഭാഗം ആവശ്യമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗം എടുക്കുക. അൻ അബീ ബക്ർ ഇബ്നു അതീഖ് ഖാല ഹജ്ജത്തു ഫതവസ്സംതു റജുലൻ അഖ്തദീ ബിഹി, ഞാൻ ഹജ്ജിന് പോയി. ഞാൻ ഹജ്ജിന് പോകുമ്പോൾ ഒരാളെ ഞാൻ പിടിക്കും. ഒരു വിവരമുള്ള ഒരാളെ പിടിച്ചിട്ട് അയാൾ എന്ത് ചെയ്യണം? അയാൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഹജ്ജിനൊക്കെ പോകുമ്പോഴേ ആൾ സ്വന്തമായിട്ട് ഒറ്റക്കാട്ട് പോകലല്ല, വിവരമുള്ള ആളുകളെ കൂടെ പോകണമെന്നുള്ളതാണ് സഹാബത്തിന്റെ ഒക്കെ ചര്യ. അതാ. എന്നിട്ട് ഫതവസ്സംതു റജുലൻ അഖ്തദീ ബിഹി, ഞാൻ തുടരുന്നതായ ഒരാളെ ഞാൻ അടയാളം വെച്ച്, കാര്യപ്പെട്ട ഒരു വിവരമുള്ള ഒരാളെ ഞാൻ പിടിച്ചു, അയാളെ കൂടെ കൂടാമെന്നുള്ളതൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഫൈദ മുസഫറുൻ ലഹിയത്തു, അപ്പോൾ ഒരാൾ പിന്നെ താടി മഞ്ഞ കളറ് കൊടുത്തിട്ടുള്ള ഒരാൾ മുമ്പിലുണ്ട്. നോക്കുമ്പോ ഹജ്ജിലൊക്കെ എനിക്ക് പിന്നെ സ്വീകരിക്കാൻ പറ്റിയ, ഞാൻ തുടരാൻ പറ്റിയ ഒരാളെ അന്വേഷിച്ചു കൊടുക്കുമ്പോൾ എന്റെ മുമ്പിൽ തന്നെ ഒരാളുണ്ട്, താടിയൊക്കെ ഈ മൈലാഞ്ചി കൊടുത്തിട്ടേ മഞ്ഞ കളറാക്കി, അങ്ങനെ ഒരു സുന്നത്തുണ്ടല്ലോ. താടി വെളുത്ത താടിന്റെ എന്താക്കല് മൈലാഞ്ചി കൊടുക്കല് സുന്നത്തുണ്ട്. വൈദാഹു സാലിം ഇബ്നു അബ്ദുല്ലാഹി, അബ്ദുല്ലാഹിബിൻ ഉമറിന്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമറിന്റെ മകൻ സാലിം എന്നവരാണ് അവര്. അതായത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല പേരമകൻ സാലിം, വലിയ മഹാനായ സഹാബിയാണ്, സഹാബിയിലെ താബിയാണ്. വൈദാഹു ഫിൽ മൗഖിഫ്, അദ്ദേഹം എവിടെ നിൽക്കുകയാണ്? അറഫയിൽ നിൽക്കുകയാണ്. അറഫയിൽ, അതായത് ഹജ്ജിന് അറഫയിൽ നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അറഫയിൽ ദുആ ചെയ്യാൻ പറ്റുമല്ലോ, പക്ഷെ അദ്ദേഹം വെറും ദിക്റിൽ മാത്രമാണ് ഏർപ്പെടുന്നത്. യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ഇലാഹുൻ വാഹിദൻ വനഹ്നു ലഹു മുസ്ലിമൂൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വലൗ കരിഹൽ മുശ്രികൂൻ ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുനാ വറബ്ബു ആബാഇനൽ അവ്വലീൻ ഫലം യസുൽ യഖൂലു ഹാദാ ഹത്താ ഗറബത്തു ശംസു. അങ്ങനെ അറഫാ ദിവസത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അങ്ങനെ ദുആയിൽ ഏർപ്പെടൽ സുന്നത്താണല്ലോ. അപ്പൊ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഈ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് എന്നെ കുളം നോക്കി. വക്കാല ഖദർ റഅയ്തു ലിവിദ്ന, എന്താണ് ലൗ ദാനിക ബിൽയൗം സുമ ഖാൽ ഹദ്ദസനി അബി അൻ അബി ഉമർ. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുക. അതായത് ദുആ ചെയ്തില്ല, വെറും ദിക്റിൽ മാത്രം ഒഴുകിയിരുന്നു. എന്നിട്ട് എന്നിലേക്ക് തിരിഞ്ഞും ചോദിക്കുകയുണ്ടായി,
എന്റെ പിതാവായ അബ്ദുല്ലാഹിബിൻ ഉമർ അവരുടെ പിതാവാകുന്നത് വലിയാബിനെ തൊട്ട് ഉമർ ബിൻ ഖത്താബിനെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്. എന്താ പറഞ്ഞത്? മൻ ശഗലഹു അൻ ദിക്രി മൻ ശഗലഹു ദിക്രി അൻ മസ്അലതി അതൈതുഹു അഫ്ളല മാ ഉതി സായിലീൻ. കണ്ടോ, നിങ്ങൾ അത്ഭുതത്തോടെ എന്നെ നോക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ എന്തുകൊണ്ട് ദുആ ചെയ്തത്? ഞാൻ ഇത് മാത്രം, ഈ ദിക്ർ മാത്രം ഞാൻ ചൊല്ലിക്കൊണ്ട് വൈകുന്നേരമാക്കി. അതിന് കാരണം എന്തുണ്ട്? അള്ളാഹുവിന്റെ റസൂല് പറയുന്നതായിട്ട് എന്റെ വല്ലിപ്പ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് എന്റെ ഉപ്പ കേട്ടത് ഞാൻ ഉപ്പ കേട്ടത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അവര് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആരെങ്കിലും എന്റെ ദിക്റിൽ മുഴുകിയിരുന്നാൽ, എന്നോട് ദുആ ചെയ്യാതെ എന്റെ ദിക്റിൽ മാത്രം മുഴുകിയിരുന്നാൽ, ഈ ദുആ ചെയ്യുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാണ് ശ്രേഷ്ഠമാണ് ഈ ദിക്റുമായിട്ട് ബന്ധപ്പെട്ടവർ ഞാൻ കൊടുക്കുമെന്നുള്ള ഹദീസാണ് ഇതിന്റെ നിദാനം. അതുകൊണ്ടാണ് ഞാൻ ദുആ ചെയ്യാതെ വെറും ദിക്റിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. മനസ്സിലായ സഹോദരന്മാരെ? അപ്പൊ സഹാബത്ത് മനസ്സിലാക്കിയത് എന്താ? എന്ത് ദിക്ർ, എന്ത് ഇബാദത്തുണ്ടെങ്കിലും അതിലൊക്കെ ദുആ ഉണ്ടെങ്കിലേ ഇതിനെ ഇബാദത്താവുള്ളൂ എന്നാണോ സഹാബത്ത് മനസ്സിലാക്കിയത്? അല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ മനസ്സിലാക്കിയില്ല. അവരെ മകനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയില്ല. അവരുടെ മകനായ സാലിം ഇബ്നു അബ്ദുല്ലാഹിബിൻ ഉമറും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇത് ഇവരുടെ കണ്ടുപിടുത്താണ്. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഖുർആനിൽ അങ്ങനെയല്ല, അതുപോലെ പിന്നെ ഹദീസിൽ അങ്ങനെയല്ല, സഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ല. ഇനി ഒരുപാട് തെളിവുകൾ, ഡസൻ കണക്കിന് തെളിവുകൾ ഞാൻ എൻ്റെ ഇവിടെ എടുത്തു വെച്ചിട്ട് 12ഓളം തെളിവുകൾ, ഏറ്റവും ചുരുങ്ങിയത് 12ഓളം തെളിവുകൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെ നോക്കൂ സഹോദരന്മാരെ. ഫാത്തിഹ സൂറത്തിനെ സംബന്ധിച്ച് അള്ളാഹു എന്താ പറഞ്ഞ? അള്ളാഹു പറഞ്ഞെങ്കിൽ നമ്മളൊരു തെളിവല്ലേ? അള്ളാഹു പറഞ്ഞെങ്കിൽ തെളിവല്ലേ? അള്ളാഹു എന്താ ഫാത്തിഹ സൂറത്ത് ഓതുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത്? ഞാൻ ഇന്നലെ പറഞ്ഞു അല്ലേ? അള്ളാഹു എന്താ പറഞ്ഞത്? പിന്നെ ഫാത്തിഹ എന്താകുന്നു? നിസ്ഫാനിയാകുന്നു. സൂറത്തുൽ ഫാത്തിഹ നിസ്ഫാനിയാണ്, 2 പകുതിയാണ്. പകുതി എനിക്കാണ്, പകുതി എന്റെ അടിമക്കാണ്. പകുതി എനിക്കാണ്, പകുതി എന്റെ അടിമക്കാണ് ഫാത്തിഹ സൂറത്ത്. എന്താ, ഏതാണ് അള്ളാഹ്ക്കുള്ളതെന്ന് പറഞ്ഞാൽ ഏതാ? നമുക്കൊക്കെ അറിയാം അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് അള്ളാഹുവിനുള്ളതാണ് അല്ലേ? അള്ളാഹുവിനുള്ളതല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? അത് അള്ളാഹുവിന് പുകഴ്ത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ നാമം കൂടെ തുടങ്ങാണ്. രണ്ടാമത് എന്താണ്? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ ഹംദ് ചെയ്യാണ്. അർറഹ്മാനിർ റഹീം എന്ന് അള്ളാഹുവിനെ സനായി ചെയ്യുകയാണ്. മാലിക് യൗമിദ്ദീൻ അള്ളാഹുവിനെ തംജീദ് ചെയ്യുകയാണ്, മജീദ് ചെയ്യുകയാണ്. ഇയ്യാക നഅ്ബുദും അല്ലാഹു തആല എന്ത് ചെയ്യാണ്? അല്ലാഹു തആല എന്ത് ചെയ്യാണ്? അള്ളാഹുവിനെ സ്തുതിക്കുക തന്നെയാണത്. അതിലും ഇന്ന് മാത്രമേ നിങ്ങൾ ആരാധിക്കുകയുള്ളൂ, അവന്റെ കടപ്പാട് പറയുകയാണ്. അപ്പൊ അതാണ് സൂറത്തുൽ ഫാത്തിഹ നിസ്ഫാനി, 2 പകുതികളാണ്. ആദ്യത്തെ പകുതി എനിക്കുള്ളതും അവസാനത്തെ പകുതി എന്റെ അടിമക്കുള്ളതും. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫൈദാ ഖാല അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഖാല അല്ലാഹു ഹമിദനി അബ്ദി വൈദാ ഖാല അർറഹ്മാനിർ റഹീം ഖാല അസ്ന അലയ്യ അബ്ദി വൈദാ ഖാല മാലിക് യൗമിദ്ദീൻ ഖാല അല്ലാഹു മജ്ജദനി അബ്ദി ഫൈദാ ഖാല ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഖാല ഹാദിഹിൽ ആയത്തു ബൈനി വബൈന അബ്ദി. കണ്ടോ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ പറഞ്ഞത് എന്റെയും അടിമന്റെയും ഇടയിലാണ്. ഇയ്യാക നഅബ്ദു എനിക്കുള്ളതാണ്, വഇയ്യാക നസ്തഈൻ എന്റെ അടിമക്കുള്ളതാണ്. നിസ്ഫൈനി വലി അബ്ദി മാസാൽ. അപ്പൊ എന്തായി? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നത് പകുതി എനിക്കും പകുതി എന്റെ അടിമക്കും. അള്ളാഹ്ക്കുള്ളതേത്? ഇയ്യാക നഅബ്ദു. അടിമക്കുള്ളതേത്? വഇയ്യാക നസ്തഈൻ. എന്താ അർത്ഥം? ഇയ്യാക നസ്തഈന്റെ അർത്ഥം എന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പൊ സഹായം തേടാനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ളത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, വലി അബ്ദി മാസാൽ, എന്റെ അടിമ ചോദിക്കുന്നത് എന്റെ അടിമക്കുണ്ട്. അപ്പൊ എന്റെ ചോദ്യം തുടങ്ങുന്നേ ഉള്ളൂ. ഫൈദാ ഖാല ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആണ്ടോ, ഹൗലായി അബ്ദി, ഇതെല്ലാം എന്റെ അടിമക്കുള്ളതാണ്. വലി അബ്ദി മാസൽ, എന്റെ അടിമക്ക് അവൻ ദുആ ചെയ്തത് കിട്ടാനുണ്ട്. അപ്പൊ എന്തായി? അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ എന്ന് വിശേഷിപ്പിച്ചത് ഏതിനെയാണ് സുഹൃത്തുക്കളെ? വളരെ വ്യക്തം ഇല്ലേ? ആർക്കെങ്കിലും അവ്യക്തത ഉണ്ടോ ഈ വിഷയത്തിൽ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന, ഞങ്ങളെ ചൊവ്വായ മാർഗത്തിലേക്ക് നീ വഴിനടത്തണമേ.
അതിനുശേഷം ആരുടെ വഴി? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ ഒരു വിഭാഗത്തിന്റെ വഴിയിൽ, നീ കോപിച്ചവരുടെയും നിന്റെ വഴിവെച്ചുപോയവരുടെയും മാർഗത്തിലല്ല, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്നുള്ള അതാണ് വലി അബ്ദി മാ സഅല. കണ്ട ഹദീസിന്റെ അവസാനം എന്റെ അടിമക്ക് അവൻ ചോദിച്ചതുണ്ട്, വളരെ വ്യക്തമാണ്. അപ്പോ അടിമ ഇവിടെ അള്ളാഹുവിനോട് ചോദിച്ചത്, അള്ളാഹുനോട് ചോദിക്കുന്നതിനുള്ള ദുആ എന്ന് പറയുന്നത് അല്ലേ, അള്ളാഹുവിനോട് ചോദിക്കുന്നതിനല്ലേ ദുആ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിന് ശേഷമുള്ളതിനെ കുറിച്ചാണ് അള്ളാഹു തആല ദുആ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ അള്ളാഹു തആല എന്ത് പറഞ്ഞിട്ടില്ല? അള്ളാഹ്ക്ക് മനസ്സിലായില്ലേ? ഈ മൗലവിമാർക്ക് മനസ്സിലായത്, അള്ളാഹുവിന് മനസ്സിലായില്ല. ഇപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അതിന് ദുആ ഉണ്ട് എന്നുള്ളത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതിലും ദുആ ഉണ്ട് അള്ളാഹുവിന് മനസ്സിലായില്ല. അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഒന്നുമില്ല. പിന്നെ ഏതേ ഉള്ളൂ? അള്ളാഹ്ക്ക് മനസ്സിലായി, മൗലവിമാർക്ക് മനസ്സിലായി എന്ന് പറയേണ്ടി വരും. അതാണ് സ്ഥിതി. മനസ്സിലായില്ലേ? ഇതാണ് ദീനിൽ ഇല്ലാത്ത ഒന്ന് കെട്ടിണ്ടാക്കിയാൽ അതിന് തലയുണ്ടാവില്ല, പാലുണ്ടാവില്ല. അപ്പോ മൗലവിമാരുടെ ഒരു കണ്ടുപിടുത്തമാണ്, ഏത് സംഗതി ഇബാദത്താവണമോ അതിന് ദുആ അന്തർധാരയായി വരണമെന്നുള്ളത് മൗലവിമാരുടെ കണ്ടുപിടുത്തം. ദീനിൽ അത് തള്ളപ്പെട്ടതാണ്. കുല്ലു ബിദ്അത്തിൻ ദലാല വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ മർദൂദൻ മർദൂദൻ അലാ സാഹിബിഹി. ഇതാരാണോ കെട്ടിയുണ്ടാക്കിയത് അത് അവരെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. ദീനിൽ അത് പരിഗണനീയമല്ല. മനസ്സിലായില്ലേ? മൗദൂദിയുടെ ഇബാദത്തും ശരിയില്ല, മൗലവിമാരുടെ ഇബാദത്തും ശരിയില്ല. മൗലവിമാർ വേറെയും കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. റഷീദ് റളിയും മുഹമ്മദ് അബ്ദുവിനെയും പിൻപറ്റിക്കൊണ്ട് മറഞ്ഞ വഴിയിലൂടെ ഉപകാര ഉപദ്രവവും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള വണക്കമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് അപ്പുറത്തുള്ളത് ചോദിക്കലാണ് ഇബാദത്ത്, ഷിർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ കണ്ടുപിടുത്തമാണ്. അതിൽ ഞങ്ങൾ ചോദിക്കുന്നു, മറഞ്ഞ വഴി തെളിഞ്ഞ വഴി എന്നുള്ളതിന് ഖുർആനിലൊരു പദം പറഞ്ഞു തരൂ. അതിൽ അബോധികത നിങ്ങൾ പറയുന്നുണ്ട്. അബോധികതക്ക് എന്താണ് ഖുർആൻ അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞ ഒരു പദം? ഇലാഹിയത്ത് എന്നാണോ? എന്നപ്പോ ഞങ്ങളിലേക്ക് നിങ്ങൾ വന്നു. അബോധികത ഉണ്ടെങ്കിലേ ഇബാദത്താവുള്ളൂ. ഓക്കെ, അബോധികത കൊണ്ട് അതിന്റെ അറബിയിലുള്ള പദം എന്ത്? ഞങ്ങൾ കിട്ടേണ്ടത് അതാ. ഇലാഹിയത്ത് എന്നാണോ? അതായത് ദിവ്യത്വം എന്നാണോ? ദിവ്യത്വം അതായത് ഇലാഹായിട്ട് ആരോപിക്കും, ഇലാഹിന്റെ ഗുണങ്ങൾ ആരോപിക്കുക എന്നുള്ളതാണോ അബോധികത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഹ്ലൻ വസഹലൻ, കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്നെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചില സ്ഥലത്തൊക്കെ മലയാളം മാത്രം പറയും, ചില സ്ഥലത്ത് അറബി മാത്രം പറയും. റുഖിയ ശറയ്യ എന്നുള്ളിടത്തൊക്കെ അറബി എന്നേ പറയുള്ളൂ. എന്നാൽ ഈ അബോധികത എന്നുള്ളിടത്ത് എന്തുകൊണ്ട് അവിടെ നിങ്ങൾ അറബി പറയുന്നില്ല? അവിടെ അറബി പറഞ്ഞാൽ സുന്നികൾ വരുമ്പോൾ ആയി പോന്ന് മേടിച്ചിട്ടാണോ? അത് തുറന്നു പറയാം. ഈ കബളിപ്പിക്കലും മാറ്റിമറിക്കലും ഒക്കെ കുറഞ്ഞ ആളുകൾ മാത്രമേ നിങ്ങൾക്ക് അതൊക്കെ മൂളിത്തരാൻ ഉണ്ടാവുകയുള്ളൂ. സത്യം മനസ്സിലാകുന്ന അല്ലെങ്കിൽ ഉലമാഇന്റെ മുമ്പിൽ കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കി കൊടുക്കുന്ന ഖുർആനും സുന്നത്തും തിരിയുന്ന ഉലമാഇന്റെ മുമ്പിൽ നിങ്ങളുടെ ഈ കളികളൊന്നും വിലപ്പോവില്ല എന്നേ പറയാനുള്ളൂ. അപ്പോ ചുരുക്കം പറഞ്ഞാൽ അപ്പോ തെളിഞ്ഞ വഴിയും മറഞ്ഞ വഴിയും അല്ല ഇബാദത്തിന്റെ മാനദണ്ഡം, കാര്യകാരണ ബന്ധവും അല്ല. നമ്മൾ പറഞ്ഞ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കാ മുശ്രിക്കുകളെ മുശ്രിക്ക് എന്ന് വിശേഷിപ്പിച്ചതായിരിക്കുന്ന രംഗങ്ങളുണ്ട്. അതെവിടൊക്കെയാണ്? ഞാൻ ചോദിക്കട്ടെ, മക്കാ മുശ്രിക്കുകള് കാബയെ ആദരിച്ചിരുന്നില്ലേ? ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞത് തന്നെ, കാബയെ ആദരിച്ചിരുന്നില്ലേ? അവർ അതിനെ ഖുദൂ ചെയ്തിരുന്നില്ലേ? ഉണ്ട്. കാബക്ക് അവർ ഖുദൂ ചെയ്തിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. ഹജറുൽ അസ്വദിനെ മക്കാ മുശ്രിക്കുകൾ ആദരിച്ചിട്ടില്ലേ? ആദരിച്ചിട്ടുണ്ട്. കാബയെ ആദരിച്ചു എന്നുള്ള തെളിവെന്താ? കാബത്തിൽ വെച്ചുകൊണ്ട് അവരെ വാപ്പനെ കൊന്ന ആളെ കണ്ടാൽ പോലും കാബത്തിൽ നിന്നൊരു പ്രതികാരം എടുക്കൂല. പ്രതികാരം എടുക്കുക എന്നുള്ള അറബികളുടെ ശീമത്താണ്, അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാ. പ്രതികാരം എടുക്കാതെ അവർക്ക് ഉറക്കില്ല. അവരെണ്ണ തേക്കൂല, അവർ കുളിക്കില്ല, അവര് പിന്നെ സ്ത്രീകളുമായി ബന്ധപ്പെടില്ല. അവർ പ്രതികാരം എടുത്തതിന് ശേഷം മാത്രമേ അത്തരം കാര്യത്തിലേക്ക് അവർ കുതിരിയുള്ളൂ. അവർ ജാഹിലിയ അറബികളുടെ സ്വഭാവമാണിത്, കിതാബുകളിലൊക്കെ ഉണ്ട്. എന്നാൽ തന്റെ പിതാവിനെ കൊന്ന ആളെ കാബയിൽ ഹറമിൽ വെച്ച് കണ്ടാൽ പോലും അവരെന്ത് ചെയ്യില്ല? അവര് പ്രതികാരമെടുക്കില്ല. കാബയിൽ വെച്ച് കണ്ടാലും ഹറമിനെ അവർ ആദരിച്ചിരുന്നു, കാബനെ അവർ ആദരിച്ചിരുന്നു. അതുപോലെ തന്നെ കാബയുടെ ഒരു മൂലയിൽ സ്ഥാപിച്ചിരുന്ന
ഹജറുൽ അസ്വദിനെ അവർ അത്യധികം ബഹുമാനിച്ചിരുന്നു. അത് കാബം പുതുക്കി പണിതപ്പോൾ അത് യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവര് എല്ലാ കബീലക്കാരും ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും അത് യുദ്ധത്തിന്റെ വക്കിലെത്തുകയും ചെയ്തപ്പോൾ അവിടെ ഒരു പരിഹാരം നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി. മസ്ജിദുൽ ഹറാമിന്റെ വാതിലിലൂടെ ഇനി ആദ്യം ആരാണ് കടന്നു വരുന്നത് അവരുടെ കൈകളാൽ നമുക്കത് ആ കഅബയിൽ വെച്ചുകൊണ്ട് നമുക്ക് തീർപ്പ് കൽപ്പിക്കാമെന്ന് അവരെ തീരുമാനത്തിൽ എത്തുകയും ആ തീരുമാനത്തിന് ശേഷം ആദ്യമായിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു വന്ന വ്യക്തി ലോകൈക പ്രഭുവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി. നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പാണ് അതൊക്കെ. അല്ലമീനാണ് വരുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ്, വിശ്വസ്തനാണ്, ആർക്കും ഒരു കുറ്റം പറയാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജറുൽ അസ്വദ് എടുത്തുകൊണ്ട് തന്നെ മേൽത്തട്ടം അങ്ങ് വിരിച്ചുകൊണ്ട് ഹജറുൽ അസ്വദ് വെക്കുകയും അവിടെ തർക്കിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രധാനപ്പെട്ട കബീലക്കാരെ മുഴുവനും വിളിച്ചു വരുത്തിക്കൊണ്ട് ആ വസ്ത്രത്തിന്റെ ഓരോ ഭാഗം പിടിക്കാൻ വേണ്ടി പറയുകയും എല്ലാവരും കൂടി അങ്ങോട്ട് എന്ത് ചെയ്ത് എല്ലാവരോടും കൂടി കാശ് പിരിപ്പിച്ച് ഒരു മസ്ജിദിൽ ആധാരം ഉണ്ടാക്കുക. അപ്പൊ ആർക്കും എന്തില്ല, എല്ലാവർക്കും ഈ ബർക്കത്തും എടുത്ത ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതുപോലെ എന്ത് ചെയ്തു, എല്ലാ കബീലക്കാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ആ വസ്ത്രത്തിന്റെ തല പിടിക്കാൻ പറഞ്ഞുകൊണ്ട് അത് ആ മൂലയിൽ വെക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്നതിന് തെളിവായി ആയി വല്ലാത്ത കിട്ടലെന്നെ. മൂപ്പർക്ക് വേറെ വയ്ക്കാ പോണത്. മക്കാ മുശ്രിക്ക് അള്ളാഹുൽ വിശ്വസം എന്താ വേറെ പോലെ മുശ്രിക്കന്നല്ലേ, എന്നിട്ട് പോലെ മുസ്ലിം ആയോ? മക്കാ മുശ്രിക്ക് അള്ളാഹുൽ വിശ്വസം എന്നുള്ളതിൽ അപ്പൊ തർക്കമുള്ളൂ, അല്ലെങ്കിൽ മുശ്രിക്കാതില്ല അവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതാണ് ഇവർ പറയുന്നത് വേറെ, നമ്മൾ പറയുന്നത് വേറെ. നമ്മൾ പറയുന്നത് മക്കാ മുശ്രിക്ക് അങ്ങനെ മുശ്രിക്കായെന്ന് വിശദീകരിക്കുമ്പോൾ ഇവർ വരും മക്കാ മുശ്രിക്ക് അള്ളാഹുൽ വിശ്വസിച്ചിരുന്നു. എന്ത് ഫായിദ ഉള്ളത് സുഹൃത്ത്? ഇതുണ്ട് മക്കാ മുശ്രിക്ക് മുശ്രിക്കായി പോയത് എന്ത് കാരണത്തിനാലാണെന്നല്ലേ മുസ്ലിം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അവർക്ക് അള്ളാഹുവിന് വിശ്വാസം ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് അവർ മുസ്ലിമായ ഒരു മൂമിനായിട്ടുണ്ടോ? ഇല്ല. അവർ മുശ്രിക്കാർ എന്ത് വിശ്വാസം വെച്ച് എന്ത് പ്രവർത്തനം ചെയ്തിട്ടാണ്? അതാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ നേരെ ഈ കൂരിയാറ്റന്റെ കഥ പറഞ്ഞ മാതിരി നേരെ എതിരാ നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും. അപ്പൊ അത് കേട്ടോളൂ. ഞാൻ പറഞ്ഞു വരുന്ന അതാണ്. ഓൻ ഏത് അള്ളാഹിനെ വിളിച്ചിട്ടും കാര്യമില്ല. ആ അള്ളാഹ് ഖുർആനും ഇസ്ലാമിനും പഠിപ്പിച്ച അള്ളാഹു അല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിച്ച അള്ളാഹു അല്ല. അത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, ഇനിയും തെളിയിക്കാൻ തയ്യാറാണ്. അത് പോട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, മക്കത്തെ മുശ്രിക്കുകള് ഹറമിനെ അത്യധികം ആദരിച്ചിരുന്നു. സ്വന്തം പിതാവിനെ കൊന്നവരെ ഘാതകനെ കണ്ടാൽ പോലും പ്രതികാരം എടുത്തിരുന്നില്ല. ഹജറുൽ അസ്വദിനെ ആദരിച്ചിരുന്നു, കാബാനെ ആദരിച്ചിരുന്നു. എന്നാൽ അതിനോടൊക്കെ ഈ ആദരവിനെ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായിട്ട് വിശേഷിപ്പിച്ചിട്ടില്ല, ഇബാദത്തായിട്ട് വിശേഷിപ്പിച്ചിട്ടില്ല. കാബയെ ഇബാദത്ത് ചെയ്തു എന്ന് ഖുർആൻ എവിടെയും കാണാൻ സാധ്യമല്ല. മക്കാ മുശ്രിക്കുകൾ കാബാനെ ഇബാദത്ത് ചെയ്തിരുന്നു. അവർ കാബാനെ തവാഫ് ചെയ്തിരുന്നില്ലേ? കാബത്തിന് തവാഫ് ചെയ്തിരുന്നു. പക്ഷെ ആ കാബത്തിന് തവാഫ് എന്തായിരുന്നില്ല, ആ കാബത്തിനുള്ള ഇബാദത്തായിട്ട് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടില്ല. അതുപോലെ ഹജറുൽ അസ്വദിനെ അവർ തൊട്ടുമുത്തിയിരുന്നു. ആ തൊട്ടുമുത്തിയതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തായിട്ട് വിശേഷിപ്പിച്ചിട്ടില്ല. പിന്നെന്തേ? കാബത്തിന്റെ ഉള്ളിലും പുറത്തുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന 360ഓളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഒക്കെ കൂടി ഉള്ളിൽ കുത്തിച്ചേരാൻ കഴിയില്ല. കുറച്ചൊക്കെ പുറത്തുണ്ടായിരുന്നു. അത് നമുക്കറിയാം. അള്ളാഹുവിന്റെ റസൂല് മക്കം ഫത്തഹിന് വേണ്ടി മക്കയിലെത്തിയപ്പോൾ തന്നെ കയ്യിലുണ്ടായിരിക്കുന്ന വടി കൊണ്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ എണ്ണത്തിനെ തല കുത്തി അങ്ങോട്ട് മറച്ചിട്ടു. തവാഫ് ചെയ്യുമ്പോൾ പുറത്തുണ്ടായിരുന്നു, ഉള്ളിലുള്ള ഭാഗമൊക്കെ അവിടുത്തെ പുറത്തേക്ക് ഇട്ട് ക്ലിയറാക്കി. അപ്പോൾ ഉള്ളിലും പുറത്തുമായിട്ടുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങൾക്ക് ഇവർ ചെയ്തിരുന്ന സുജൂദ്, അതിന് അല്ലെങ്കിൽ ആ വിഗ്രഹങ്ങളോട് ഇവർ ഇസ്തിഖ്സാം ചെയ്തത്, അതായിരുന്നു കാര്യമായിട്ടുണ്ടായത്. ഇസ്തിഖ്സാമാണ്, അല്ലാതെ പോയി ചോദിക്കുകയല്ല. ഇസ്തിഖ്സാം ആ കാര്യമായിട്ടുണ്ടായിരുന്നത്. എന്താണ്? ഇവർ ഒരു യാത്ര പുറപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അടിമയെ വാങ്ങുമ്പോൾ ഈ വിഗ്രഹത്തിന്റെ അടുക്കൽ പോയിട്ട് എന്ത് ഇസ്തിഖ്സാം, അതായത് ഭാഗ്യം നോക്കുന്ന സമ്പ്രദായം. 2 അമ്പുകുറ്റികൾ എടുത്തുകൊണ്ട് ഭാഗ്യം നോക്കണം പരിപാടി. 2 അമ്പുകുറ്റികൾ അതിന്റെ അടുത്തുള്ള ഒരു പാത്രത്തിലിട്ട് ഇങ്ങനെ കറക്കിയിട്ട് ഒന്നിന് നാം ഒന്നിനില്ല എന്നുണ്ടായിരിക്കും. ഒന്നിനുണ്ട് നാം എന്ന് പറഞ്ഞാൽ അനുമതി, ലാ എന്ന് പറഞ്ഞാൽ അനുമതി ഇല്ല എന്നാണ്. അപ്പൊ നാം എന്നും എഴുതിയ ലാ എന്നും എഴുതിയ 2 അമ്പെടുത്തിട്ട് ഈ വിഗ്രഹത്തിന്റെ അടുത്തുള്ള ആ പാത്രത്തിൽ കറക്കിയിട്ട് ഇങ്ങനെ ഒന്നും കിട്ടെടുക്കും.
ഒന്നെടുത്തിട്ട് അതിന് ഞാൻ ആണ് കണ്ടതെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച യാത്രക്ക് നമ്മുടെ വിഗ്രഹം ദൈവം സമ്മതം തന്നിരിക്കുന്നു എന്ന് പറയും, യാത്രക്ക് അങ്ങോട്ട് പോകും. ഇല്ലാന്നാണ് കണ്ടതെങ്കിൽ ഇപ്പൊ പോണ്ടെന്നാണ് ഓർഡർ, പോണ്ട. അത് ഒരു അടിമയെ വാങ്ങണമെങ്കിലും ഒരു കല്യാണം കഴിക്കണമെങ്കിലും അതുപോലെ തന്നെ പിന്നെ ഒരു കച്ചവടം ഏത് കാര്യത്തിനും അവർ ഇതായിരുന്നു ചെയ്തിരുന്നത്. ഇതാണ് ശിർക്ക്. ഈ ഒരു അല്ലാതെ പിന്നെ ലാത്തേന്ന് വിളിച്ചിരുന്നു എന്നൊന്നും എവിടെയും കാണില്ല. ലാത്തയെ ഉസേന്ന് വിളിച്ചിരുന്നു, സഹായിക്കണേ വിളിച്ചിരുന്നു, അങ്ങനെ എവിടെയും ദൃഷ്ടിപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വിളിച്ചതായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ഊഹിച്ച് പറയുന്നതാണ്. ഞാൻ കണ്ടെടുത്തോളം ഇസ്തിഖ്സാമായിരുന്നു അവരുടെ ശിർക്ക് എന്നുള്ളതാണ്. ഏതാവട്ടെ, അതായത് മുശ്രിക്കാണെന്ന് യാതൊരു സംശയമില്ല. അവർ ശിർക്ക് ചെയ്തത് ഈ രൂപത്തിൽ ആയിരുന്നു. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഈ വിഗ്രഹങ്ങളോട് അടുക്കൽ ചെന്നുകൊണ്ട് അവർ കാണിക്കുന്ന ആദരവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഹജർ അസ്വദിനെ അവർ ചെയ്തായിരിക്കുന്ന വണക്കം അത് ഖുർആനോ അള്ളാഹുവിന്റെ റസൂൽ ഇബാദത്തായി പറഞ്ഞിട്ടില്ല. കാബത്തിനോട് കാണിച്ച ആദരവും ഹറമിനോട് കാണിച്ച ആദരവും ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയോ അള്ളാഹുവിന്റെ റസൂലോ അതിനോട് കാണിക്കുന്ന ഇബാദത്താണ്, അതിനോട് ചെയ്യുന്ന ഇബാദത്താണെന്ന് വിശേഷിപ്പിച്ചില്ല. എന്നാൽ ആ കാബത്തിന്റെ ഉള്ളിലും പുറത്തുമായി ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളോട് കാണിച്ച ആദരവിന് മാത്രമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അതിന് കാരണം എന്താ? വളരെ വ്യക്തമാണ്. ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഉണ്ടോ? കാബത്തെ കുറിച്ച് ഇലാഹു എന്നവർ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഹജർ അസ്വദിനെ കുറിച്ച് ഇലാഹു എന്നവർ പറഞ്ഞിട്ടില്ല. ഹറമിനെ കുറിച്ച് ഇലാഹു എന്ന് പറഞ്ഞിട്ടില്ല. അവർ ഇവിടുന്ന് മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ ലോഹങ്ങളെ കൊണ്ടോ ഉണ്ടാക്കുന്ന വിഗ്രഹത്തെ കുറിച്ചാണ് ഇലാഹു എന്നവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇലാഹാണെന്ന വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇലാഹിനോടുള്ള ഇസ്തിഖ്സാമു ശിർക്കായി. മനസ്സിലായങ്ങൾ? ആദരവും ആരാധനയും വേർതിരിച്ച് മനസ്സിലാക്കിയെടുത്താണ് ഈ മൗലവിമാർക്ക് അബദ്ധം പറ്റിയത്. അപ്പൊ എന്താണ് ഇവിടെ? അവര് ഈ ദൈവങ്ങളെ കുറിച്ച് ഇലാഹാണെന്ന് വിശ്വസിച്ചിരുന്നു. അതായത് ആരാധന അർഹിക്കുന്നുണ്ട്, ഇലാഹാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. ആ വിശ്വസിച്ച സാധനത്തിനോട് വസ്തുവിനോട് ഇവർ സഹായം തേടുകയോ ഇസ്തിഖ്സാം ചെയ്യുകയോ ഒക്കെ ചെയ്തപ്പോ അത് ശിർക്കായി. അപ്പൊ മക്കാ മുശ്രിക്കുകളുടെ എല്ലാ വസ്തുവിനോടുള്ള എല്ലാ ആരാധനയും എല്ലാ വണക്കത്തിനെയും ഖുർആൻ ഉണ്ടാക്കിയിട്ടില്ല, ആരാധനയായി പറഞ്ഞിട്ടില്ല. പരമമായ ആരാധനയായി ഖുർആൻ വിശേഷിപ്പിച്ചത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ്. ഇത് എവിടെയും മറഞ്ഞ വഴിയിലൂടെ തേടിയിട്ടാണ്, അകന്ന വഴിയിലൂടെ തേടിയിട്ടാണെന്നല്ല. അവർ മുമ്പിൽ കണ്ട നമ്മൾ താരീഖ് ഓടുമ്പോൾ പറഞ്ഞല്ലോ, മക്കാ മുശ്രിക്കുകൾക്ക് ജാഹിലിയാക്കൾക്കൊക്കെ പതിവുണ്ട്. അവർക്ക് അതിനോട് താല്പര്യം. ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ആ ദൈവത്തിന് എന്തെങ്കിലും ഒരു നമുക്ക് കണ്ണിന് കാണണം, അതിനാണ് ഒരു വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് ദൈവമാണ്. പടച്ചോന്റെ പേരിൽ തന്നെ ഒരു വിഗ്രഹം ഉണ്ടാക്കിയാൽ അത് ശരിയാവോ? അള്ളാഹ് പേരിട്ടുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയാൽ ശരിയാവില്ലല്ലോ. അപ്പൊ പിന്നെ അവർക്ക് നേർക്കുനേരെ കണ്ണുകൊണ്ട് കാണാമായിരിക്കും. അവർ മറഞ്ഞ വഴിയിലൂടെ അല്ല അവർ നേർക്കുനേരെ കണ്ണ് ചോദിക്കുന്ന മുമ്പുള്ള ദൈവത്തിനോടാണ് അവർ ഇസ്തിഖ്സാം ചെയ്തിരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ മറഞ്ഞ വഴിയിലൂടെ തെളിഞ്ഞ വഴിയിലൂടെ അല്ല, അങ്ങനെ ഒരു പ്രയോഗമല്ല. ഖുർആൻ ഹദീസ് വിശദീകരിച്ചിട്ടില്ല. ഖുർആൻ ഹദീസ് വിശദീകരിച്ചത് ഇലാഹാണെന്നോ റബ്ബാണെന്നോ. ഈസാ നബി അലൈഹി സ്വലാമിനോട് കണ്ടില്ലേ? ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനും അർബാബൻ മിൻ ദൂനില്ലാഹ്. അപ്പൊ റബ്ബാക്കിയാലും ശിർക്കാണെന്ന് മനസ്സിലായി. ഇവിടെ ഇലാഹാക്കിയാലും ശിർക്കാണെന്ന് മനസ്സിലായി. ഇനി ആരാധനക്ക് അർഹതയുണ്ടെന്ന് വിശ്വസിച്ചു, ശിർക്കായി. ഇബാദത്ത്, അതായത് ആരാധനക്കാരെന്ന് വെച്ചാൽ ഇബാദത്ത് ചെയ്യാൻ അർഹത, ഇബാദത്ത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. ഇതല്ലാത്ത അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമുക്ക് അടിസ്ഥാനങ്ങൾ ഇതൊക്കെ തന്നെ. ഇവരെ പോലെ മറഞ്ഞ വഴി തെളിഞ്ഞ വഴി അതൊന്നും. എന്താണ് അതിന്റെ അറബി പദം? അറിഞ്ഞ വഴിയോട് ഖുർആൻ വിശേഷിപ്പിച്ചതായിരിക്കുന്ന പദം എന്ത്? നമ്മുടെ ചോദ്യം അതാണ്. അതുപോലെ പിന്നെ കാര്യകാര ബന്ധങ്ങൾക്ക് അതീതം, അബോധികം, ഇതിനൊക്കെ അറബി പദം എന്താണ്? ഞങ്ങൾക്കറിയേണ്ടത് അതാണ്. ഖുർആനിലെ ഏതിനാണ് നിങ്ങൾ ആ ഭാഗം എടുത്തത്? ഞങ്ങൾ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ തൗഹീദിന്റെയും ശിർക്കിന്റെയും ഒക്കെ മാനദണ്ഡങ്ങൾ പരിശുദ്ധ സരീഹായ ഖുർആന്റെ വാക്യങ്ങൾ, സഹാബത്തിന്റെ വിശദീകരണം, അള്ളാഹു റസൂലിന്റെ വിശദീകരണം, സഹാബത്തിന്റെ വിശദീകരണം, അതുപോലെ ഇക്കാലമത്രമുള്ള ഉലമാന്റെ വിശദീകരണം ഞങ്ങൾ തെളിവതാ. ഞങ്ങൾക്ക് തൗഹീദിന്റെ ശിർക്കിന്റെ വിഷയത്തിൽ വെച്ചുപോയിട്ടില്ല. അൽഹംദുലില്ലാഹ്.
തൗഹീദും ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുത്ത് അപാകത സംഭവിച്ചിട്ടില്ല, ഇബാദത്ത് മനസ്സിലാക്കിയെടുത്ത് അപാകത സംഭവിച്ചിട്ടില്ല. ഇവിടെ തൗഹീദിലും ഇബാദത്തിലും മായം ചേർത്തിയവർ ആരാണെന്ന് ഇവിടെ പകൽ പോലെ വ്യക്തമാണ്. അതാ പറഞ്ഞു. മനസ്സിലായില്ലേ? വേറെ ഹദീസുകൾ പറയാം. വേറെ ഞാൻ പറഞ്ഞ ഒരുപാട് ഹദീസുകളുണ്ട്. അതിനാവശ്യമായി വരുന്നവർക്ക് ഞാൻ കൊടുക്കും ഹദീസുകളും. ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ, അത് മാത്രം പറഞ്ഞ സമയം ഒരുപാട് പോകുന്നുണ്ട്. ഏതായാലും നോക്കുക, ഒരൊറ്റ ഹദീസും കൂടി. ഒരാളെന്ത് ചെയ്തു? ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ്, ഫറവൽ ഇമാം അഹമ്മദ് തുർമുദി അബൂദാവൂദ് അൻ ഫലാലത്ത റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. എന്താ ഇന്നലെ പറഞ്ഞറിയില്ല. സമീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ യദ്ഉ ഫീ സലാത്തിഹി ലം യഹ്മദില്ലാഹ വലം യുസല്ലി അലൻ നബിയ്യി. കണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ ഒരാളെ കേട്ടു, അയാള് ദുആ ചെയ്തു. നിസ്കാരത്തിൽ ദുആണ്. ഞാൻ ദുആന്റെ മുന്നേ ഒരു ഹംദ് ചെല്ലണ്ടേ, ഒരു സലാത്ത് വേണ്ടേ? അപ്പോ സലാത്തും ഹംദും ഇല്ലാതെ ദുആണ് ആദ്യം ചെയ്തത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അജ്ജല ഹാദാ, ഇയാള് തിരക്ക് കൂട്ടിക്കളഞ്ഞു ഇയാൾ. എന്നിട്ട് സുമ്മദാവ് പിന്നെ അയാളെ അടുത്തേക്ക് വിളിച്ചു. ഫഖാല ലഹു ഔ ലിഗൈരിഹി, അദ്ദേഹത്തോടും അല്ലെങ്കിൽ അദ്ദേഹം അടങ്ങുന്ന മറ്റുള്ള പിന്നെ സദസ്സിനോടായി പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും ഫല്യബ്ദഅ ബിതഹ്മീദി റബ്ബിഹി, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യണം? ആദ്യം അള്ളാഹുവിന്റെ എന്ത് ചെയ്യണം? റബ്ബിന് ഹംദ് ചെയ്യണം. ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചാന്ന് വെച്ചോളൂ. അല്ലെങ്കിൽ നിസ്കാരത്തിലാണ് പ്രയാച്ചത്. അള്ളാഹുവിന് ഹംദ് ചെയ്യണം. വസ്സനായി, അള്ളാഹു തആലക്ക് ഹംദും സനാവും ചെയ്യണം. എന്നിട്ട് സുമ്മ യുസല്ലി അലൈഹി, പിന്നീട് റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലണം. സുമ്മ യദ്ഉ ബഅദ ദാലിക ബിമാ ശാ സദഖത യാ റസൂലല്ലാഹ്, പിന്നീടാണ് അവൻ ദുആ ചെയ്യേണ്ടത്. കണ്ടങ്ങള്, ദുആ എവിടെ പറഞ്ഞത്? ഹംദും സനാവും സലാത്തും. ഹംദും സനാവും സലാത്തും കഴിഞ്ഞിട്ടാണ് പിന്നെ ദ്വാരിക്കേണ്ടത്. അപ്പൊ ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താ? ദുആ എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്, സലാത്ത് വേറെയാണ്, ഹംദ് വേറെയാണ്, സനാവ് വേറെയാണ്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. പിന്നീട് ദുആ ചെയ്യാൻ പറഞ്ഞത്. ഈ മൗലവിമാരുടെ ഭാഷപ്രകാരം ഹംദ് തന്നെ എന്തുണ്ട്? ദുആ ഉണ്ട്. സനാവ് തന്നെ ദുആ ഉണ്ട്. സലാത്ത് തന്നെ ദുആ ഉണ്ട്. കാരണം ഒക്കെ ഇബാദത്താണ്. ഇതാണ് അവരുടെ ഈ വാദത്തിന്റെ ആകത്തുക. പ്രവാചകന്റെ അധ്യാപനത്തിനെതിരെ, ഖുർആന്റെ അധ്യാപനത്തിനെതിരെ, അതുപോലെ പിന്നെ സ്വഹാബത്തിന്റെ വിശദീകരണത്തിനെതിരെ മഹാന്മാരായ ആളുകളൊക്കെ തഫ്സീറുകളിലും അല്ലാത്ത ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചതിനൊക്കെ എതിരായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? പിന്നെ നോക്കൂ സഹോദരന്മാരെ, ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു കാര്യം കൂടി വളരെ വളരെ പ്രസക്തമായി തോന്നുന്നു. എന്താ മഹാനവർ പറയുന്നത്? നിങ്ങൾ ഒന്ന് നോക്കൂ. നമ്മളേതായാലും ഓരോന്ന് പഠിക്കല്ലേ. അന്ന ദിക്ര അഷ്റഫുൽ മഖാമാത്ത്, ദിക്ർ എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ പദവിയാണ്. ഖാല അലൈഹിസ്സലാത്തു വസ്സലാം ഹികായത്തൻ അനില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ ദക്കറനി അബ്ദി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, ഒരടിമ അവന്റെ മനസ്സിൽ എന്നെ ഓർത്താൽ ഞാൻ അവനെയും ഓർക്കുന്നതാണ്. ഞാൻ എന്റെ നഫ്സിലും അവനെ ഓർക്കും. വൈദാ ദക്കറനി ഫീ മലഇൻ, ഒരു വലിയ സമൂഹത്തിൽ വെച്ചുകൊണ്ടാണ്, കൂട്ടമായിട്ടുള്ള ഒരു സദസ്സിൽ വെച്ചുകൊണ്ടാണ് അവൻ എന്നെ ഓർത്തതെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു വലിയ ദിക്റിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിന്ന് വെച്ചോ, അങ്ങനെ അത് പറ്റല്ലോ. അതാണ് ദിക്ർ ഒന്നായിട്ട് എല്ലാം പാടില്ല, വേണമെങ്കിൽ ഒറ്റ ചൊല്ലിക്കോൾ. എന്തിനങ്ങൾ കൂടിയിരുന്ന് ചൊല്ലിണെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്തിനങ്ങൾ കൂടിയിരുന്ന് ദിക്ർ ചൊല്ലേണ്ട ആവശ്യം എന്താ ഉള്ളതെന്ന് ചോദിക്കുന്നവരുണ്ട്. മുന്നോക്കൂ, ഹദീസിന്റെ ആശയം എന്താ? വൈദാ ദക്കറനി ഫീ മലഇൻ, എന്നെ ഒരു സമൂഹത്തിൽ വെച്ചുകൊണ്ട് അവൻ എന്നെ അവൻ സ്മരിച്ചാൽ, എന്നെ അവൻ സ്മരിച്ചാൽ, ആയിക്കോട്ടെ, ഇതാ സല്ലാഹദുക്കും ഇതാ ദആഹദുക്കും കുഴപ്പമില്ല. ഇവിടെ പിന്നെ നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീസില്
സമീഅ റസൂൽ റജുലൻ യദ്ഉ ഫി സലാത്തി, നിസ്കാരത്തിൽ ദുആ ചെയ്യും, നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നതാണ്. അപ്പോൾ അതന്നെ, അപ്പോൾ ഇവിടെ ഇദാ സല്ലാ അഹദുക്കും സലാത്ത് എന്നുള്ളത് ഇവിടെ അതിന്റെ ലഗവിയ ഭാഷയിൽ ദുആ എന്നുള്ള അർത്ഥത്തിന്, ഒരാൾ നിസ്കരിച്ചാൽ എന്നുള്ള അർത്ഥം അതല്ല, ഒരാൾ ദുആ ചെയ്താൽ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ജസാഖുല്ലാഹു ഖൈർ. അപ്പൊ എന്താ പറഞ്ഞിരുന്നത്? ഇദാ ദക്കറനി അബ്ദി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അങ്ങനെ ഹദീസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ഹൽത്തായി പോയിട്ടുണ്ട്. വൈൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹു മിൻ മലഇഹി, എന്നെ അവനൊരു ജന സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടാണ് എന്നെ അവന് സ്മരിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവന് അതിനേക്കാൾ ഉത്തമമായിരിക്കുന്ന ഒരു സമൂഹങ്ങൾക്കിടയിൽ ഞാൻ അവനെ സ്മരിക്കും. മലക്കുകളാണല്ലോ, മനുഷ്യരെക്കാൾ ഏറ്റവും നല്ലത് മലക്കുകളല്ലേ. മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല അവനെ സ്മരിക്കും. കൂട്ടമായ ദിക്റും ഒറ്റക്ക ദിക്റൊക്കെ പറ്റും. അതിനൊന്നും ആരും തെളിവും ചോദിച്ച് നടക്കണ്ട. ഞങ്ങൾക്ക് അതിനൊന്നും നിങ്ങളാരും സപ്പോർട്ടും വേണ്ട. ഈ ചോദിക്കുന്നവരെ അവരങ്ങനെ പറഞ്ഞു നടന്നോട്ടെ. വൈദാ സബത്ത ഹാദ, എന്നിട്ട് ഇമാം റാസിദ് നിങ്ങൾ പറയാം, പിന്നെ ഈ കാര്യം ഒന്ന് എനിക്ക് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ, ഇമാം റാസിന്റെ ശൈലി അതാണല്ലോ, ഒരു കാര്യങ്ങൾ ഇങ്ങനെ തെളിവുകളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് സ്ഥിരപ്പെടുത്തല. വൈദാ സബത്ത ഹാദ, ഇത് അങ്ങ് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ഫനഖൂൽ, നാം പറയും ഫനഖൂലു അഫ്ളലുൽ അദ്കാരി നാട്ടോ, അഫ്ളലുൽ അദ്കാർ, അഫ്ളലോ അപ്പുറത്തെത്തിപ്പോയി, അതാണ് ഇതിലുള്ള പ്രശ്നം. പിന്നെ അഫ്ളലുൽ അദ്കാരി, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുകൾ ദിക്റുല്ലാഹി ബിസ്സനായി, കണ്ടത് ദിക്റുല്ലാഹി ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്റുല്ലാഹി അള്ളാഹുവിനെ സ്മരിക്കലാണ്. എങ്ങനെയുള്ള സ്മരണയാണ്? ബിസ്സനായി പുകഴ്ത്തിക്കൊണ്ടുള്ള ദിക്റാണ്. അൽ ഖാലി അനിസ്സുആലി, കണ്ടങ്ങള് ചോദ്യമില്ല, ദുആ ഇല്ലാത്ത, കണ്ടങ്ങള് ദുആ ഇല്ലാത്ത ദിക്റേ സനായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താ പറഞ്ഞത്? ദുആ ഇല്ലാത്ത സനാ എന്ന് പറഞ്ഞാല് ഇവരുടെ ഭാഷയിൽ ഇപ്പൊ എന്തായി? ഇവരുടെ ഭാഷയിൽ എന്തായി? എല്ലാ ദിക്റുകളൊക്കെ ഇബാദത്താണ്. ഇബാദത്താവണമെങ്കിൽ അതിൽ ദുആ അന്തർധാരയായി വരണം എന്ന് പറഞ്ഞ. അപ്പൊ റാസിമ പറഞ്ഞത് എവിടെ നടക്കുക? റാസിമ എന്ത് പറഞ്ഞത്? അഫ്ളലുൽ അദ്കാരി ദിക്റുല്ലാഹി ബിസ്സനാഇൽ ഖാലി അനിസ്സുആൽ, ദുആ ഇല്ലാത്ത, ദുആ കൂടിക്കലരാത്തതായ ദിക്റാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. മനസ്സിലായില്ലേ? ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ എന്ത് ദിക്റാകുന്നു? ദുആ ഇല്ലാത്ത ദിക്റാകുന്നു. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. എന്നിട്ട് അതിൽ തെളിവെന്താ പറഞ്ഞിരിക്കുന്നത്? നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസ്, മൻ ശഗലഹു അൻ ദിക്രി അൻ മസ്അലത്തി അതൈതു അഫ്ളല മാ ഉത്തിസായിലീൻ. കണ്ടോ ഈ ഹദീസ? ഞാൻ ഇവിടെ നേരത്തെ ഉദ്ധരിച്ച ഈ ഹദീസ് തന്നെ. മനസ്സിലായില്ലേ? മൻ ശഗലഹു ദിക്രി അൻ മസ്അലത്തി അതൈതു അഫ്ളല മാ ഉത്തിസായിലീൻ എന്ന് പറയുന്ന ഹദീസ്. ഇതിന് എത്ര തെളിവാണ്, എത്ര തെളിവാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ശേഷം പറയാണ്, ആലൂസി തങ്ങളും ഇതിന് വിശദീകരിച്ചിട്ടുണ്ട്. വൈദാ അറഫ്ത ഹാദിൽ മുഖദ്ദിമത, ഈ മുഖദ്ദിമനി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾ വൈദാ ഖാല ലഹു യാ കരീം, കരീം എന്ന് പറഞ്ഞാൽ, അപ്പോൾ അദ്ദേഹം സമർത്ഥിച്ചു വരുന്ന യാഹു എന്ന് പറഞ്ഞ ഒരു ദിക്റുണ്ടല്ലോ, യാഹു എന്ന് പറഞ്ഞ ദിക്റാണ് ഏറ്റവും അഫ്ളലായ ദിക്ർ എന്ന് സമർത്ഥിച്ചു വരുന്ന റാസിമാമേ. എന്തുകൊണ്ട് യാഹു ദിക്ർ ഏറ്റവും ശ്രേഷ്ഠമായതായി? യാ കരീം എന്ന് പറയുമ്പോൾ, യാ കരീം എന്ന് പറയുമ്പോൾ എന്തായ അർത്ഥാണ്? കരീമ അല്ലാഹുവേ അക്രിം, നീ എന്നെ എന്ത് ചെയ്യണം? നീ എന്നെ എന്ത് ചെയ്യണം? എന്നെ നീക്ക് കറാമത്ത് നൽകണമേ എന്നാണ് അവിടെ അർത്ഥം. യാ കരീം കാനമാനാഹു അസ്സുആൽ ഫൈദാ ഖാൽ ഫഖീറുൽ ഗനി, ഒരു ദരിദ്രൻ ഒരു ധനികനോട് യാ കരീം എന്ന് പറഞ്ഞാൽ കേട്ടോ, ദരിദ്രൻ ഒരു ധനികനോട്, ഒരു മുതലാളിനോട്, ഒരു പാവപ്പെട്ട മനുഷ്യൻ യാ കരീം, ഓ മാന്യനായ മനുഷ്യൻ അല്ലെങ്കിൽ ഔദാര്യവാന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്താ അർത്ഥം? നിങ്ങൾ എന്തെങ്കിലും എനിക്ക് തരണേ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ പിന്നെ വൈദാക്കാൽ യാ റഹ്മാൻ കാനമാനാവും തലബുൻ നഫ്, വൈദാക്കാൽ യാ നഫാൽ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ എന്തായി? അവസാനം അദ്ദേഹം സമർത്ഥിക്കുന്നതാണ് ഫകാനത്ത് ഹാദിഹിൽ അദ്കാർ ജാരിയത്തൻ മജറസ്വാൽ, ഈ ദിക്റുകളൊക്കെ അതായത് യാ കരീബെന്നോ യാ നഫാവെന്നോ യാ റഹ്മാനെന്നോ ഒക്കെ പറയുമ്പോ അതിനൊക്കെ ഒരു ചോദ്യം അടങ്ങിയ ദിക്റുകളായിട്ട്, ചോദ്യത്തിന്റെ സ്ഥാനത്ത് വരും, ചോദ്യം അടങ്ങിയതല്ല, ചോദ്യത്തിന്റെ സ്ഥാനത്ത് വരും ദിക്റാ. നേരെ മറിച്ചുകൊണ്ട് യാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തില്ല? കരീമിന്റെ അർത്ഥോ റഹ്മാന്റെ അർത്ഥോ അല്ലെങ്കിൽ റാസിഖിന്റെ അർത്ഥോ ഖാലിഖിന്റെ അർത്ഥോ ഒന്നുമില്ല ഇതില്.
യാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ സത്തയിലേക്ക് മാത്രം പോകുന്നത്, അതായത് ചോദ്യത്തിൽ നിന്ന് മുക്തമായ ദിക്റുകളാണ്. അതുകൊണ്ട് തന്നെ ചോദ്യമില്ലാത്ത ദിക്റാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം ഇതാണ് ഉദ്ധരിച്ചിരിക്കുന്ന യാഹു പോലുള്ള ആയിരിക്കുന്ന ദിക്റുകളാണ് ഏറ്റവും പിന്നെ ഉണ്ടോ. ചോദ്യവും തരവും തൊട്ടുകൊണ്ടും ഒഴിവാകാതിരിക്കുന്ന, ചോദ്യമില്ലാത്തതായിരിക്കുന്ന ദിക്റ് അത് ആളമുൽ അദ്കാറായി അഥവാ യാഹു എന്ന് പറയുന്ന ദിക്റാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് മഹാനവറുകൾ വേറെ സ്ഥലത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് തെളിവുകൾ ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ലഘുലേഖ തന്നെ അടിച്ചേർക്കാൻ മാത്രം തെളിവുകളുണ്ട് മൗലവിമാര്. പക്ഷേ ഇതൊന്നും ശ്രവിക്കാനോ കേൾക്കാനോ തയ്യാറാവുമെന്ന് തോന്നില്ല. അള്ളാഹു തആല അവർക്ക് നല്ല ബുദ്ധി കൊടുക്കുകയും തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ഈ ദുർവ്യാഖ്യാനങ്ങളൊക്കെ അവസാനിപ്പിച്ച് സത്യമാർഗത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖും അള്ളാഹു തആല എല്ലാവർക്കും കൊടുക്കുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിലേക്ക് ഇനി എത്താൻ സമയം ഇനി ഒരുപാട് വേണം. ഇപ്പോൾ കൂടുതൽ ക്ലാസ് എടുക്കാനെന്ന് ഇപ്പം പ്രയാസമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ഭാഗങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമമിടുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അയാൾ എന്ത് ചെയ്തു? ആദ്യം ദുആ ചെയ്ത് ഇത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു വരുത്തി പറഞ്ഞു, ആദ്യം കൊണ്ട് ദുആ ഇരിക്കാനല്ല, ആദ്യം ഹംദ്, സനാഅ്, പിന്നെ സലാത്ത്, പിന്നീടാണ് ദുആ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായില്ലേ അയാളിപ്പം ദുആ ചെയ്തതും ഒരു ഇബാദത്താണ്. അതൊരു അപ്പൊ ദുആ ആണെങ്കിൽ അതിൽ വേറെ ദുആ വേണം. റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞാൽ അതൊരു ദുആ അല്ലേ ഇവര്? അല്ലേ? നോക്കട്ടെ, ഇവരെ വൈരുദ്ധ്യങ്ങൾ, ഇവർ പറയുന്ന കാര്യത്തിന്റെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞാൽ എന്താണ്? പടച്ചവനെ ഞങ്ങളെ ഇതിനെ സ്വീകരിക്കണം, ദുആനെ സ്വീകരിക്കണേ എന്നാണ്. ദുആനെ സ്വീകരിക്കണം. അപ്പൊ അതൊരു ദുആണ്. ശരി, അതൊരു ദുആണ്, അത് ഇബാദത്താണ്. ഇബാദത്താണെങ്കിൽ ഇപ്പോ ഈ ദുആ എന്താണ്? ആ ദുആ സ്വീകരിക്കാൻ വേറെ ദുആ വേണ്ടി വരും, അല്ലേ? അങ്ങനെയല്ലേ ഇപ്പൊ പറഞ്ഞ്? ആ ദുആ ആണെങ്കിൽ വേറെ ദുആ വേണം. അപ്പൊ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്നുള്ള ദുആ ഇബാദത്താണെങ്കിൽ അതിന് പിന്നിൽ വേറെ ദുആണ്. പക്ഷേ ഞങ്ങൾ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് ദുആ ചെയ്തത് നീ സ്വീകരിക്കണം, വേറൊരു ദുആ വേണം. അപ്പൊ ആ ദുആ സ്വീകരിക്കാൻ വേറെ ദുആ വേണം. ഇങ്ങനെ ദുആ ഒരു 14 കണക്കിന് ഇങ്ങനെ അനന്തമായി നീണ്ടു പോകുന്ന ദുആ ഇരുന്നിട്ട് പിന്നെ ഇങ്ങോട്ട് എണീച്ചു വരാൻ സമയം ഉണ്ടാവില്ല. ഈ കോലത്തിലാവുമ്പോൾ ഈ പറഞ്ഞത് വരിക, അങ്ങനെ വരുന്നത് തസൽസുൽ എന്ന് പറയാം. മനസ്സിലായില്ലേ? അതാ വരിക. പിന്നെന്താ പറഞ്ഞത്? ദുആ ഇല്ലാത്ത അമലില്ല. അതാ പറഞ്ഞത്, ദുആ ഇല്ലാത്ത അമലില്ല. ദുആ ഇല്ലാത്ത എത്ര അമലുണ്ടല്ലോ. ദുആ ഇല്ലാത്ത എത്ര അമലുണ്ട് ഇവിടെ? എത്ര അമലിവിടെ പറഞ്ഞു നമ്മള്? ദുആ എന്നുള്ള ഇബാദത്തിന്റെ ഒരൊറ്റ ഇനം മാത്രമാണ് അവിടെ ആദ്യം തന്നെ പറഞ്ഞത്. ഒറ്റനോ എല്ലാ എന്താണ്? ദുആ ഇല്ലാത്ത അമലില്ല. ഏതൊരു അമലിന്റെയും കൂലി അള്ളാഹുവിൽ നിന്നും മാത്രം പ്രതീക്ഷിക്കലാണ് ദുആ. അത് വേറെ ദുആണ് സുഹൃത്തെ. ഏതൊരു അമലിന്റെയും കൂലി അള്ളാഹുവിന് അവിടെ നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ ആ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം ഒരാൾ മനസ്സിൽ കരുതെങ്കിലേ ആ ദുആ ഉള്ളുന്നുണ്ടോ? നമ്മളിപ്പോ അതൊരു ദുആ അല്ലേ, അത് നമ്മളൊരു ആവശ്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങളൊക്കെ എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നത് താൻ അള്ളാഹുവിന്റെ അടിമയാണെന്നും അവൻ എന്റെ ഖാലിഖാണെന്നും എന്റെ ഇബാദത്തുകൾ മുഴുവനും അവന് എന്തുണ്ട് ഞാൻ സ്വർഗത്തിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഉദ്ദേശം അവിടെ വെക്കണ്ട. അത് വേണ്ടെന്നുള്ളതല്ല. ഞാൻ ഒരു അടിമയായി അള്ളാഹുവിന്റെ ഖാലിഖുമായി, അതുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിനെ എന്ത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്? ഇബാദത്ത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് കരുതിക്കൊണ്ടുള്ളതായ ഇബാദത്താണ് ഏറ്റവും ഉന്നതമായ ഇബാദത്ത് എന്ന് റാസിമാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവിടെ എന്ത് ഉദ്ദേശം വെക്കരുത്? തനിക്കുള്ള ഒരു കാര്യം അവിടെ ഉള്ളിൽ വരും, തന്റെ സ്വന്തം കാര്യം അവിടെ വെക്കരുത്. അപ്പൊ
ഇതാണ്. പിന്നെ ധാരണോട് നിങ്ങളൊരു അമല് ചെയ്തിട്ട് നിങ്ങൾ ധാരണോട് പഠിച്ചോനെ ഇത് സ്വീകരിക്കണേ, അതൊരു ദ്വാ വേറെ. പക്ഷെ ഈ ദ്വാ ഉണ്ടെങ്കിൽ ആ അമല് സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എവിടെയാണ് അതിന് തെളിവ്? അതിന് തെളിവ് എവിടെയാണ്? നിങ്ങളൊരു അമല് ചെയ്ത് സദക്ക ചെയ്ത് ആ സദക്ക ചെയ്തിട്ട് നിങ്ങൾ മനസ്സിൽ ദ്വാരക്കോ അല്ലെങ്കിൽ നാവോട് പഠിച്ചോനെ എന്ത് ചെയ്ത് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞെങ്കിലേ ആ കൊടുത്ത സദക്കാവുള്ളൂ. ഏത് കിതാബിലുള്ളത് ഞങ്ങൾക്ക് അറിയാനുള്ളത് അതാ. അത് നിങ്ങൾ ധാരണോളി, അത് നിങ്ങൾ ധാരണ നിങ്ങൾ ചെയ്തത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അള്ളാഹുവിന് വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന് തിരുപ്പതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്തത്. ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് ഇഖ്ലാസുള്ള വേറെ റിയാവിന് ലോകമാന്യത്തിന് വേണ്ടിയോ സ്വപ്നത്തിന് വേണ്ടിയോ ആളുകളെ കേൾക്കാൻ വേണ്ടിയോ കാണാൻ വേണ്ടിയോ അല്ല നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ അത് അവിടെ രേഖപ്പെട്ടു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ അതിന്റെ ശേഷം ദ്വാരനോളി പർസനത് സ്വീകരിക്കണം ദ്വാരത്തോടി. ഇബ്രാഹിം നബി ഇസ്ലാം ദ്വാരത്തില്ല, കാബുണ്ടാക്കിയിട്ട് ദ്വാര റബ്ബനാ തഖബ്ബൽ മിന്ന. എന്തിനാണ് ഇബ്രാഹിം നബി ദ്വാരുന്നത്? അതിനൊരു ദ്വാരല്ല, അവിടെ തന്നെ ദ്വാ ഉണ്ടല്ലോ. അത് പിന്നെ ഇബ്രാഹിം പ്രത്യേകിച്ച് ദ്വാരക്കണ്ടോണ്ട് അവിടെ അതൊരു ദ്വാ വേറെയാണ്. ആ ദ്വാ വേറെയാണ്, അത് പ്രവർത്തനം വേറെ, ഇത് ദ്വാ വേറെ. ദ്വാ എന്നുള്ളത് ഏത് അമലിനും ഏത് ഇബാദത്ത് അമലി എന്നുള്ളത് വേറെ. ഒരു ഇബാദത്ത് ആവണമെങ്കിൽ അവിടെ ദ്വാ വേണമെന്ന് പറഞ്ഞ് അത് ബിദ്അത്തായ കണ്ടുപിടുത്തമാണ്. യാതൊരു തെളിവ് ഖുർആൻ ഹദീസിലില്ല. എന്നാലും നിരവധി ആയത്തുകളുടെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നാം തെളിയിച്ചു കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ആരെങ്കിലും ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മൈക്കിലേക്ക് വരിക. അസ്സലാമു അലൈക്കും.